girls, welcome back to our family. വീഡിയോ എടുക്കുക ഇടയ്ക്ക് വന്ന് നേരിട്ട് പറയില്ല എന്നെ കട്ടി തിരിച്ചു വെച്ച വീഡിയോക്കകത്ത് കാണുന്നേ എന്നെ കാണുന്ന എങ്ങനെയാ അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ ഹീറ്റിൻ്റെ ഇടയാണ്. രാവിലെ ഉറക്കം കഴിക്കുമ്പോൾ നോർമലി കഴിക്കാറുള്ളത് നട്ട്സ്. ഡെയിലി അങ്ങനെയാണ്. ചില ദിവസങ്ങളിൽ ഞാൻ പാല് കുടിച്ചതിന് ശേഷം നട്ട്സ് കഴിക്കും, ചില ദിവസങ്ങളിൽ അതിന് മുമ്പേ കഴിക്കും. അത് ഓരോ ദിവസത്തിൻ്റെ മൂഡ് പോലെ ഇരിക്കും. ഇത് ഞാൻ ഇന്നലെ മേടിച്ചു. ഇന്നലെ സുപ്രീം ചേച്ചി വന്നപ്പോൾ സുപ്രീമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. നല്ല ക്വാളിറ്റി ഉള്ള നട്ട്സാണ് കേട്ടോ അവിടുത്തെ. നമുക്കൊരു കുട്ടിപ്പെട്ടെ അണ്ടിപ്പരിപ്പ് കഴിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് വെയിറ്റ് വെക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് ഓൾറെഡി കുഞ്ഞിന് വെയിറ്റ് ഉണ്ട്, തോനെ വെയിറ്റ് വെപ്പിക്കല്ലേന്ന് ഇപ്പം ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഡെയിലി 2 എണ്ണം, അതിൽ കൂടുതൽ നമുക്ക് വേണ്ട. ആവശ്യത്തിനുള്ള പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ബദാം എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെയും ഞാൻ എടുത്ത് കുതിർത്ത് വെച്ച്. ഇത് തോനെയുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നിയിട്ട്. 3 അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ചധികം ബദാം എടുത്തിട്ടുണ്ട്. നമ്മളമ്മേ ഈന്തപ്പഴം എന്തേ? ഞാൻ ചോദിച്ചല്ലോ, ഞാനിപ്പോൾ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും വേണമെന്ന്. അന്നേരം എണ്ണതായിരിക്കുന്നു. ഞാൻ വിചാരിച്ച് വാങ്ങാനാണെന്ന്, എണ്ണ വാങ്ങാനാണെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു പൊമ്മോളമ്മ അവിടെ നിന്നുകൊണ്ട് എണ്ണയിൽ ആങ്ങി കാണിച്ച് വിചാരിച്ച് വേണമെന്ന് പറയുകയാണെന്ന്. കുറച്ച് സാധനങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് പെട്ടെന്ന് വരും. ഇൻസ്റ്റമാർട്ട് ഉള്ളതുകൊണ്ടിട്ട് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. കൊല്ലത്ത് മുന്നേ ഇല്ലായിരുന്നു, ഇപ്പോഴായത്. കാശിക്ക് പാല് എറണാകുളത്ത് ഉണ്ടാകുന്ന സമയത്ത് ഫുൾ ടൈം ഇൻസ്റ്റമാർട്ടിലായിരുന്നു. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു 11 മണിയൊക്കെ എൻ്റെ ചാർജർ കംപ്ലൈൻ്റ് ആയി. 12 മണിക്ക് ഓർഡർ ചെയ്തിട്ടും സാധനം കൊണ്ടുവന്നു. 12 കാലൊക്കെ ആയപ്പോഴത്തേന് ചാർജർ കിട്ടി. അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇല്ല, ഞാൻ വാട്ടർ ഹീറ്റിൻ്റെ എടുക്കും, അതുകൊണ്ടിട്ട് അടുക്കള ഈന്തപ്പഴമാകുമ്പോളമേ. അപ്പം എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ നമ്മുടെ നട്ട്സ്. അപ്പം നെക്സ്റ്റ് മാങ്ങ. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത്, പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്നത് ഫ്രഷ് മാമ്പഴം. സോ ഇത് എനിക്ക് മാങ്ങ ഇങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ കഴിക്കാൻ. ഇപ്പം ഞാൻ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ എടുത്ത് കളയാം. ഇച്ചിരി കഴിഞ്ഞിട്ട് കൊടുക്കാം കാശിക്ക്. പാല് കാച്ചില്ലേ? ഞാനും കാച്ചില്ല പാല്. കാശി അല്ലെങ്കിലും ഞാൻ സ്വന്തമായി കാച്ചിട്ടുള്ളത്. അമ്മമ്മയ്ക്ക് കവറ് പാലും എനിക്ക് പശുവും പാലും വേണതാ. അപ്പം ഞാൻ ഇത് കഴിച്ചിട്ടാണ്. അപ്പോൾ ഇതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ചിക്കൻ്റെ കറി. ഇന്നലെ രാത്രി വെച്ചായിരുന്നു കേട്ടോ, അതുകൊണ്ട് കഴിഞ്ഞു പോയി. എന്നാലും കുറച്ചുണ്ടായിരുന്നു. നല്ല എരിവുണ്ട്. ചേച്ചി ആയിരുന്നല്ലോ വെച്ചത്. ചേച്ചി മീൻസ് എൻ്റെ വലിയമ്മച്ചിയുടെ മോള് വന്നിട്ടുണ്ട്. കേച്ചു വെച്ചാൽ നാത്തൂൻ അവരുടെ വീട്ടിൽ പോയി, വെക്കേഷനല്ലേ, അതുകൊണ്ട്. സത്യത്തിൽ ഞാൻ വാട്ടർ ഹീറ്റിൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചതേ ചേച്ചി ഉള്ളൂല്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽസൊക്കെ ഉണ്ടാക്കി തരുന്നു. അപ്പം ഞാൻ വെച്ചാൽ എന്നാൽ പിന്നെ വാട്ടർ ഹീറ്റിൻ്റെ ഇടയിൽ ആവട്ടെ എന്ന്. കാശിക്ക് രാവിലെ ഞാൻ ഓട്സ് ആക്കി കൊടുത്തു, ചപ്പാത്തി രാവിലെ കൊടുക്കില്ല. കോപ്പി റൈറ്റ്. കാക്ക ആദ്യക്കുട്ടിന് എന്ത് ചെയ്യും? പോയി നോക്കാം അതെന്ത് ചെയ്യുന്നു. അപ്പോൾ അതേ ഉച്ചയ്ക്ക് രാവിലെ 11 മണി ഒരു സ്മൂത്തി. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വരും എന്ന് ഞാൻ പറഞ്ഞത്. കാശി കോപ്പി റൈറ്റാ. അയ്യോടി ദേവിച്ച് സൗണ്ട് ഉറക്കിയോടി.
അയ്യോ, ഉടുപ്പിടാൻ നടക്കാതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഷുഗറൊന്നും ആഡ് ചെയ്യാണ്ടിട്ട് ഓട്സും പഴവും പീനട്ട് ബട്ടറും അങ്ങനെ എന്തൊക്കെയോ ചേർത്തിട്ട് ചെയ്തു തന്നതാണ്. അതാ ഞാൻ പിന്നെ സ്പെഷ്യലായിട്ട് ഓരോരോ ഐറ്റംസ് ഒക്കെ ഉണ്ടായി. ഇവിടെ കിടന്ന് ഞൊളയ്ക്കുന്നുണ്ട്, ഉണ്ടാക്കി തരുമെന്ന്. അതുകൊണ്ടിട്ടാണ് ഞാൻ വാട്ട ഈറ്റിനെ എടുക്കാമെന്ന് പറഞ്ഞതെന്ന് വിചാരിച്ചു വന്നു. സൂപ്പർ. അയ്യോ, എനിക്ക് കോപ്പിറൈറ്റാ. ഉടുപ്പിട്ടിട്ടില്ല, അത് കോപ്പിറൈറ്റ് കിട്ടുക. അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് ടൈം എന്തൊക്കെയാണ്? വെണ്ടയ്ക്ക അലച്ചി, കയ്പ്പയ്ക്ക, പാവയ്ക്ക എന്തോ ചെയ്തൊരു സാധനം. ഒന്ന് പോവാവോ? പാവയ്ക്ക, പിന്നെ രണ്ടുതരം പൊരിച്ച മീൻ, അച്ചാറ്, മീൻകറി ഉണ്ട്, ഞാൻ കഴിക്കാറില്ല. പാവയ്ക്ക ചേച്ചിയുടെ സ്പെഷ്യലാണ്, എന്തോ ചെയ്തത്, പക്ഷെ അത് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ പാവയ്ക്ക കഴിച്ചായിരുന്നു. പാവയ്ക്കൊക്കെ വലിയ കയ്പൊന്നുമില്ല. മറ്റേ നന്തൽ ഫ്രൈ ചെയ്തത് നല്ല ടേസ്റ്റാണ്. മറ്റേ കിളിമീൻ, രണ്ടും എനിക്ക് ഇഷ്ടമുള്ള ഐറ്റംസാണ് കേട്ടോ. കാശ് നല്ല ഉറക്കമായി ആ സമയത്ത് ഞാൻ ഫുഡ് കഴിക്കാറിങ്ങി. നല്ല കാറ്റ്. ചോറിന് ഇച്ചിരി ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു ചോറ് ഇച്ചിരി കഴിച്ചാൽ മതിയെന്ന്. അതുകൊണ്ട് എനിക്ക് മീൻ വറുത്തതിൻ്റെ അരപ്പുണ്ടെങ്കിലും ഞാൻ കഴിക്കും. മീൻ വറുത്ത തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. വൈകുന്നേരം ചേച്ചിക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ വൈകിട്ട് അവിടെ പോകണം. പിള്ളേർ രണ്ടുപേർ, ചേച്ചിക്കൊരു മോനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ബർത്ത്ഡേ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മോൻ്റെ. ആ മോൻ 1 വയസ്സേ ഉള്ളൂ. രസമാണ്. ജാനില്ലാത്തതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇന്നോ നാളെ വരുമായിരിക്കും. ഇന്ന് വെള്ളിയാഴ്ച ഉണ്ടെന്ന് വരില്ലായിരിക്കും, നാളെ വരുമായിരിക്കും. വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ പോകാം ചേച്ചി. ജിത്തുമോൻ പഠിക്കാൻ പോകണ്ടല്ലോ, അങ്ങനെ പോകാം. ഇനി ലഞ്ച് കഴിച്ചിട്ട് എനിക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. ഉറങ്ങത്തൊന്നുമില്ല, ഞാൻ പോയി കിടന്ന് ഫോണിൽ കളിക്കല, ഗോകുവിനെ വിളിക്കും. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഗോകു ഫ്രീ ആവും. പിന്നെ ഇന്ന് ദുബായിലോട്ട് പോകുമെന്ന് പറഞ്ഞായിരുന്നു. എന്തോ കാര്യത്തിന് ദുബായി പോകണമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ ഷോപ്പിൻ്റെ ടെൻഡൻസി അടുത്ത മാസം ടെൻഡൻസി പുതുക്കേണ്ട ടൈമാണ്. അപ്പം അതിൻ്റെ കാര്യമൊക്കെ ആയിട്ട് നടക്കാൻ വെച്ചു. ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് പുതുക്കും, ഓരോ വർഷം കൂടുമ്പോഴും പുതുക്കണം. ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ നാട്ടിൽ മറ്റേ ഇതെടുക്കുമല്ലോ, വീട് റെൻറ്റിനെടുത്ത് കഴിയുമ്പം 11 മാസം ആകുമ്പോഴത്തേന് റെൻറ്റ് പുതുക്കുമല്ലോ, അത് കണക്ക് ഷോപ്പിനുണ്ട്. അതിന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും തോന്നുന്നു. കുറഞ്ഞത് 6 ലക്ഷം രൂപ എന്തോ വേണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഇതിന് പോയേക്കാം. ഇല്ലെങ്കിൽ കുറച്ച് നേരത്തെ വന്നേനെയായിരുന്നു. ഡെലിവറിയുടെ ഡേറ്റ് വരെ നോക്കിയിരിക്കാണ്ടിട്ട് വന്നേനെ. അതെല്ലാം കൂടെ കിടക്കുന്നതുകൊണ്ടിട്ടാണ് വരാത്ത. അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാതെ വരാൻ പറ്റൂലല്ലോ, കുസ്താനിച്ചല്ല ഉള്ളൂ. പിന്നെ ഗോകുവിൻ്റെ അമ്മ വിളിക്കും. 2 ദിവസം വിളിച്ചിട്ട് ഇടയ്ക്ക് ഒരു ദിവസം എനിക്ക് വയറുവേദന ആയിരുന്നു. അന്നേരം വിളിച്ച് ഞാൻ പറഞ്ഞ വയറുവേദന എടുക്കുന്നതെന്ന് പറഞ്ഞതാണ്. പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരുന്ന കാര്യം ടാസ്ക് ആയിരിക്കുമേ. കാര്യം അമ്മയൊക്കെ ഉള്ളത് പട്ടാമ്പില, പാലക്കാട്. അപ്പം കുറഞ്ഞതൊരു എനിക്ക് തോന്നുന്നു 9 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ഞങ്ങൾ പോകാറുള്ളപ്പോൾ. അപ്പം അമ്മയ്ക്ക് അവിടെ നിന്ന് വരുന്ന കാര്യമാണ്. എന്തായാലും എത്തിക്കോളും. ഞാൻ പറയാറുണ്ട്, അമ്മ വരുന്നെന്നുണ്ടെങ്കിൽ മറ്റേ ബസ്സിന് കയറിഞ്ഞ് പോരുന്നാൽ മതി. റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ പോയി നമ്മൾ വിളിക്കാമല്ലോ. അവിടെ ആണെങ്കിലും രസമാണ് കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം അവിടെ പോയി നിന്നിട്ട് വേണം എനിക്ക് തിരിച്ച് ദുബായിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ പോയി കഴിഞ്ഞാൽ വരില്ല, എനിക്കൊന്നും വയ്യ ഇവിടെ നിൽക്കാൻ.
കഴിഞ്ഞ ഡെലിവറിയുടെ സമയത്തും പറഞ്ഞ കുഞ്ഞിന് ഒരു 6 മാസം ആകുമ്പോഴത്തേന് പോകണമെന്ന്. 6 മാസം പോയി കുഞ്ഞിന് 1.5 വയസ്സായതേ അടുത്ത കുഞ്ഞ് വരാൻ പോകണം. ഇനി ഞാൻ നിൽക്കില്ല. ഗോകു ഇടയ്ക്കിടയ്ക്ക് പറയും നീ നാട്ടിൽ നിൽക്ക് എന്ന് പറയുന്നുണ്ട്. കാര്യം നമ്മുടെ നാട്ടിലെ ചിലവ് പോലെ അല്ലല്ലോ അവിടുത്തെ ചിലവ്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാളും കൂടുതൽ ബെറ്റർ രണ്ടാൾക്കും ജോലിയൊക്കെ ഉണ്ട്, സെറ്റിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ആണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് പിന്നെ നാട്ടിൽ ഇങ്ങനെ തീരെ താല്പര്യമില്ല കേട്ടോ. ഗോകു അവിടെ നിൽക്കുന്നതും എൻ്റെ ഒരു ഇഷ്ടത്തിനല്ല. ഗോകുവിന് നാട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം, എനിക്ക് നാട്ടിൽ ഇഷ്ടമല്ല. പിന്നെ ഒരു ഷോപ്പൊക്കെ തുടങ്ങി കൊണ്ടിട്ട് ഗോകു അങ്ങനെയെങ്കിൽ നിന്ന് പോകണമെന്നേ ഉള്ളൂ. പാവത്തിന് ഞാൻ പെടുത്തി ഇട്ടേക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തമായിട്ടൊരു ഷോപ്പ് ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓടിപ്പോരാം എന്തെങ്കിലും ഒരു ആവശ്യം ഉള്ളതുണ്ടെങ്കിൽ. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അതിൻ്റേതായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് പോരാം. ഒരിടത്ത് ജോലിക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറ്റില്ലല്ലോ, എല്ലാം നോക്കണം. ചോറ് കഴിച്ച് കഴിഞ്ഞ് ഇത് ഞാൻ ഇന്നലെ ഷോപ്പിങ്ങിൽ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്ന മുഗു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എന്തോത്തിൻ്റെ ജോയിൻ്റ് ആരുടെ പിള്ളേരെ എടുക്കണ്ടെന്ന് പറ. അമ്മമ്മയുടെ കൈയുടെ ജോയിൻ്റ് എങ്ങനെ ഇളകിയിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ് കൈവേദനയായിട്ട്. ഇത് ഏതാണ്ട് ഒരു 4 എനിക്ക് കല്യാണം ചെയ്ത് 4 വർഷം, ഒരു 6-7 വർഷത്തോളം ആയി. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. ഭയങ്കര എനിക്കറിയത്തില്ല, ഇതെനിക്ക് കഴിക്കും ഭയങ്കര മെമ്മറീസ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ, ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമില്ല ഫസ്റ്റ് ടൈം ഇത് ഞാൻ കുടിക്കുന്നത്. അവിടെ നമ്മൾ ട്രിവാൻഡ്രത്ത് എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് ലാലീസ് എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ടായിരുന്നു, റൈറ്റ് സൈഡിലായിട്ട് ചാക്ക ജംഗ്ഷനിൽ. അവിടെ നിന്നാണ് ഫസ്റ്റ് ടൈം ഞാനിത് മേടിക്കുന്നത്. എനിക്കിഷ്ടമായി. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കുടിക്കാറുണ്ടാകും, സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഇപ്പം ഞാൻ എവിടെ ഈ സാധനം കണ്ടാലും ഞാൻ വേറെ ഫ്ലേവറൊന്നും മേടിക്കാറില്ല. മുഗു ഒരുപാട് ഫ്ലേവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മുഗുവിൻ്റെ പ്രൊമോഷനൊന്നുമല്ല, ഒരുപാട് ഫ്ലേവേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ലിച്ചി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എനിക്ക് അറിയത്തില്ല, ഇത് കഴിക്കാം. അന്ന് 60 രൂപയുള്ളതാണ് കേട്ടോ, ഇന്ന് 70 രൂപയായി. 10 രൂപയുടെ വ്യത്യാസമില്ല. 6 വർഷം കൊണ്ട് 10 രൂപ വ്യത്യാസം വന്നിട്ടുള്ളൂ. എന്നാലും ഈ ഒരു ചെറിയ ബോട്ടിൽ എത്ര ml റേറ്റ് കുറച്ച് കൂടുതലാണ്, പക്ഷെ എനിക്കിഷ്ടമാണ്. സോ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. മുഗു എവിടെയെങ്കിലും ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ സാധനം ഞാൻ നോക്കും, ലിച്ചിൻ്റെ ഫ്ലേവർ ഉണ്ടോ എന്ന് നോക്കും. ലിച്ചി ഇല്ലാതെ എടുക്കാറില്ല. ഇന്നലെ പോയി 2 മേടിച്ചു. കുറച്ച് കാശിപ്പേരി വെച്ചു. കാശിപ്പേരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുഗു. ഇന്നലെ എത്തോണ്ട് കുടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വേറെ ആരും കുടിക്കില്ലല്ലോ. ഉറക്കമായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചിട്ട്. ബേബി നല്ല ഉറക്കമാണ്. ബേബീനെ ഉറക്കിയിട്ട് ഞാനും ഉറങ്ങി. അതിനെ പിന്നെ പഴം വേണോ? ഈവനിങ് ആയപ്പോൾ ഒരു ചുമന്ന പഴം എടുത്ത് കഴിച്ചു. രാവിലെ ചേച്ചി മറ്റേ സ്മൂത്തി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് വേടിപ്പിച്ചായിരുന്നു. തോനെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഇന്നത്തെ സ്മൂത്തി. അതാണ് ഞാൻ പറഞ്ഞത്, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഞായറാഴ്ച പോകും, അതേ ഉള്ളൊരു വിഷമം. സാധാരണ ഞങ്ങളുടെ അമ്മ ഉള്ളപ്പോഴും അങ്ങനെ ചെയ്യാറ്. ഞാൻ വെറുതെ ഇരിക്കും, അന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും. അമ്മയുടെ പണിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മ ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം. ഇപ്പം നേരെ തിരിച്ച് ചേച്ചി ഉള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ ഇരുന്നാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരും.
കഴിച്ചോ. മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്, അത് കഴിച്ചോളൂ. കുഞ്ഞിന് വെയിറ്റ് ഉള്ളതുകൊണ്ടിട്ട് ഏത്തപ്പഴം കഴിക്കേണ്ടത് കഴിച്ചിട്ടാണ്. ഏത്തപ്പഴം കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം കഴിച്ചാൽ മതി, പുഴുങ്ങി കഴിച്ചാൽ മതി കേട്ടോ. എൻ്റെ കുഞ്ഞിന് വെയിറ്റ് വെക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് ഏത്തപ്പഴം. ഞാൻ ഓൾറെഡി 7 മാസത്തെ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വാങ്ങിത്തരാം, അപ്പോൾ മുളമ്പടി മേടിച്ചു തരാം. 7 മാസത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബിക്ക് വളർച്ചക്കുറവുണ്ടെന്ന്. ഇപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ വെയിറ്റ് കൂടുതലാണെന്ന്. സ്കാനിങ് റിപ്പോർട്ടിൽ കുരുത്തക്കേട് സ്കാനിങ് റിപ്പോർട്ടിൽ കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ സ്കാനിങ് 28-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ സ്കാനിങ് കഴിഞ്ഞിട്ട് പറയാം. മേ ബി വെയിറ്റ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്, കറക്റ്റ് വെയിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്, അല്ലാതെ നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ കൺഫേം ആയിട്ട് വെയിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളും ഫുഡിൽ എന്ത് ആഡ് ചെയ്തു എന്നുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കൺഫേം ആകാൻ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അന്നേരം ചെയ്ത് നോക്കുമ്പോൾ കുഞ്ഞിന് വെയിറ്റ് കുറവാണ്, എനിക്ക് മാത്രമാണ് വെയിറ്റ് കൂടിയെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ. ഉപദ്രവമാണ്, വിയർത്ത് വിളിക്കുന്നത്. ഇനി ഞാൻ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഞാൻ അതെടുത്തോണ്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ചേച്ചി ഉള്ളതുകൊണ്ടിട്ട് ഓരോരോ സ്പെഷ്യൽസാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഇതേ എനിക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഐസ്ക്രീമൊക്കെ ചേർത്തിട്ട് ഒരു ഫ്രൂട്ട് സലാഡ് ആക്കി കൊണ്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കാശി ബേബി എൻ്റെ കൂടെ കഴിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. കഴിക്കത്തില്ല, പുള്ളിക്കാരൻ മൊത്തം ഈ സ്പൂൺ വെച്ചിട്ട് കോരിക്കളയണം, അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല, സ്പൂൺ കയ്യിൽ കൊടുക്കണം കേട്ടോ. അതിനാണ് ഈ നിൽക്കുന്നത്. ഇരിക്കുന്നതാണ് എൻ്റെ ചേച്ചി. അതിൻ്റെ അടുത്ത് സൈഡിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, മോളെ എന്നെ വീഡിയോയിൽ എടുക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ആ സംഭവം നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നോർമലി എനിക്ക് ഫ്രൂട്ട് സലാഡ്, ഫലൂഡാസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ഐസ്ക്രീമിൽ മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കാനായിട്ട് എനിക്കിഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. വീട്ടിലുണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ പുറത്തൊക്കെ പോയി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞിരുന്നല്ലോ, ഇൻസ്റ്റമാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അമൂലിൻ്റെ ഒരു ഐസ്ക്രീം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിനകത്ത് മിക്സ് ചെയ്തിരിക്കുന്നത്. ഈ നൈറ്റ് ഡിന്നറിന് ചപ്പാത്തി ഞാൻ ആക്കിക്കൊണ്ടിരിക്കുന്നു, ചപ്പാത്തിയും കക്കാത്തോരനും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഒരു വാട്ട ഈറ്റിനിടെ. രാത്രി ഇത് കഴിച്ച് ഞാൻ നിർത്തുകയാണ്. സോ എന്താ പറയുക, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചത്, ഇന്ന് കുടിച്ചത്. ഹെൽത്തി ആണോ ചോദിച്ചാൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള എല്ലാം കഴിച്ചിട്ടുണ്ട്. പിന്നെ നൈറ്റല്ല, ചോറ് നല്ല രീതിക്ക് ഒഴിവാക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സോ ചോറിനെ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് വേണം ഇന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ, ടേക്ക് കെയർ.